തെരഞ്ഞെടുപ്പിന് പിന്നാലെ തലസ്ഥാനത്തേക്ക് എത്തുന്ന മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നത് AKG സെന്ററിലെ കാറിൽ അകമ്പടികളൊന്നുമില്ലാതെയാണ് മുഖ്യമന്ത്രി എത്തുന്നത്. സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇപ്പോഴും പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കുന്നത് വരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെയും തെരഞ്ഞെടുപ്പ് തോൽവിയിലൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പിണറായി വിജയന്റെ പ്രതികരണം എന്നുണ്ടാകുമോ? അഭിലാഷ്, നമ്മളും ഏറെ ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ്. മുഖ്യമന്ത്രി ഏതായാലും സാധാരണഗതിയിൽ എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയാൽ ഇവിടെ വെച്ച് അങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കാറില്ല. വാർത്താ സമ്മേളനം വിളിച്ച് മാത്രമേ അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്താറുള്ളൂ. 10:50 മുഖ്യമന്ത്രി എത്തുന്നത്. അതിനുവേണ്ടുന്ന പോലീസ് സുരക്ഷയൊക്കെ ഇപ്പോഴും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്തുകൂടി മുഖ്യമന്ത്രി പുറത്തേക്ക് വരും. ആ മുഖ്യമന്ത്രിയുടെ ഫ്ലൈറ്റിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ അതിലുണ്ട്. കണ്ണൂർ 10:50 എത്തുന്ന ഫ്ലൈറ്റ് RE, ആ ഫ്ലൈറ്റിലാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ ഇതുവഴിയായിരിക്കും വരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ 10 വർഷമായി വലിയ പോലീസ് അകമ്പടിയിൽ ആണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത് തന്നെ വലിയ വിമർശനങ്ങൾ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വിപരീതമായി AKG സെൻറ്ററിലെ കാറാണ് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ആ കാർ നമുക്ക് കാണാം. പ്രത്യേകമായിട്ടുള്ള പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും ഒക്കെ പരിശോധനകൾ ഇതിലുണ്ടായിരുന്നു. AKG സെൻറ്ററിലെ ജീവനക്കാരനാണ് ഈ കാറുമായി എത്തിയിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ടത്, കൂടുതൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള പോലീസ് അകമ്പടിയില്ല, പോലീസ് വാഹനങ്ങളില്ല, ഫയർഫോഴ്സിൻ്റെ അടക്കം മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇല്ല, സുരക്ഷാ വാഹനങ്ങളൊന്നുമില്ല. അങ്ങനെ ആണ് ഇന്നേതായാലും മുഖ്യമന്ത്രി ഇവിടെ നിന്നും യാത്ര തിരിക്കുക. AKG സെൻറ്ററിലേക്കായിരിക്കും ഒരുപക്ഷെ ആദ്യം പോവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ വിവരം അത് സംബന്ധിച്ച് ലഭ്യമല്ല. അതോ നേരിട്ട് ഇനി ക്ലിഫ് ഹൗസിലേക്കാണോ യാത്ര എന്നത് വ്യക്തമല്ല. സാധാരണഗതിയിൽ ഒരുപാട് വിമർശനങ്ങൾ മുഖ്യമന്ത്രി കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അകമ്പടി വാഹനങ്ങളുമൊക്കെയായി പോകുന്നതിലും അതോടൊപ്പം ഗതാഗതം നിയന്ത്രിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് പലതരത്തിൽ രോഷപ്രകടനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഒരു 10 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി വലിയ അകമ്പടിയും, ഒരു പതിറ്റാണ്ടിന് ശേഷം പിണറായി വിജയൻ അകമ്പടികൾ ഇല്ലാതെ യാത്ര തിരിക്കുന്നു.